രാജീവ് ചന്ദ്രശേഖർ കേരള ബി.ജെ.പിയുടെ മുഖമാകുന്നു എന്നുള്ളതാണ്, കേരള ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷനാകുന്നു എന്നുള്ളതാണ്. പല പേരുകൾ പറഞ്ഞു കേട്ടെങ്കിലും രാജീവ് ചന്ദ്രശേഖറിലേക്ക് സീറോയും ചെയ്യുന്നു കേന്ദ്ര നേതൃത്വം. കോർ കമ്മിറ്റി യോഗത്തിൽ ദേശീയ നേതൃത്വം അദ്ദേഹത്തിന്റെ പേര് നിർദ്ദേശിച്ചു എന്നാണ് പുറത്തുവരുന്ന വിവരം. രാജീവ് ചന്ദ്രശേഖറിന് പുറമെ ജനറൽ സെക്രട്ടറി എം.ടി. രമേശ്, ദീർഘകാലം ബി.ജെ.പിയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്ന എം.ടി. രമേശ്, സ്കൂൾ കാലം മുതൽ തന്നെ ആർ.എസ്.എസിലൂടെയൊക്കെ സംഘടനാരംഗത്ത് സജീവമായിട്ടുള്ള സൗമ്യമെങ്കിലും ശക്തമായ മുഖം എം.ടി. രമേശിന്റെ പേരൊക്കെ വളരെ സജീവമായി കേട്ടിരുന്നു. ശോഭാ സുരേന്ദ്രന്റെ പേര് പല പ്രശ്നങ്ങളിലും ബി.ജെ.പിക്ക് വേണ്ടി അതിശക്തമായ ഭാഷയിൽ വിമർശനം ഉന്നയിക്കുന്ന ശോഭാ സുരേന്ദ്രന്റെ പേരൊരു ഘട്ടത്തിൽ കേട്ടിരുന്നു. പി മുരളീധരന്റെയും ഒക്കെ പേരുണ്ടായിരുന്നു. പക്ഷേ ആ പേരുകളുടെ ഒക്കെ മുകളിൽ രാജീവ് ചന്ദ്രശേഖറിന്റെ പേര് നറുക്കെടുക്കുന്നു കേന്ദ്ര നേതൃത്വം. അവരെയൊക്കെ മറികടന്നാണ് കേരളത്തിലെ പാർട്ടി നയിക്കാൻ രാജീവ് ചന്ദ്രശേഖറിനെ കേന്ദ്ര നേതൃത്വം ഇപ്പോൾ നിയുക്തനാക്കുന്നത്. ഇന്നിപ്പോൾ രണ്ട് നേതാക്കൾ രാജീവ് ചന്ദ്രശേഖറിനെ അവർ താമസിക്കുന്ന ഉദയ ഹോട്ടലിലേക്ക് വിളിച്ചു വരുത്തി 1-to-1 കൂടിക്കാഴ്ചയ്ക്ക് വിധേയമാക്കിയ കാര്യം പറഞ്ഞിരുന്നു നേരത്തെ ശ്രീകാന്ത്. അപ്പോൾ തന്നെ രാജീവ് ചന്ദ്രശേഖരൻ കേരളത്തിലെ ബി.ജെ.പിയുടെ അധ്യക്ഷനാകാൻ പോകുന്നു എന്ന കാര്യം ഏതാണ്ട് ഉറപ്പിച്ചിരുന്നു. അതിന് മുൻപ് തന്നെ രാജീവ് ചന്ദ്രശേഖരൻ ചില സൂചനകളുണ്ട് എന്ന തരത്തിൽ എന്ന് പറഞ്ഞാൽ ആർഷീത്ത് പറയുകയായിരുന്നു. അദ്ദേഹം തിരുവനന്തപുരത്ത് ഒരു സ്ഥിരതാമസക്കാരനാകുന്നു. അദ്ദേഹം അവിടെ വീട് വാങ്ങുന്നു. അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു പോയതാണെങ്കിലും ഇടയ്ക്കിടയ്ക്ക് മണ്ഡലത്തിൽ വരുന്നു. മാസത്തിൽ ഒരു 15 ദിവസമെങ്കിലും മണ്ഡലത്തിൽ തിരുവനന്തപുരത്ത് ഉണ്ടാവാൻ രാജീവ് ചന്ദ്രശേഖരൻ ശ്രമിക്കുന്നു. അപ്പോൾ നേരത്തെ ഇത്തരത്തിലൊരു തീരുമാനത്തിന് സൂചനകൾ രാജീവ് ചന്ദ്രശേഖരൻ കിട്ടിയിട്ടുണ്ട്. അല്ലെങ്കിൽ അങ്ങനെ കേരളത്തിൽ ആഴത്തിൽ വേരുകളില്ലാത്ത എന്ന് പറഞ്ഞാൽ, കാരണം ആഴത്തിൽ വേരുകളില്ലാത്ത എന്ന് പറഞ്ഞാൽ അമ്മ വീടെന്തോമാണ് പാലക്കാട് ഉള്ളത്. അതല്ലാതെ അദ്ദേഹം ജനിച്ചത് അഹമ്മദാബാദിലാണ്. അദ്ദേഹത്തിൻ്റെ കർമ്മകാണ്ഡം അല്ലെങ്കിൽ കർമ്മമണ്ഡലം കർണാടകയിലാണ്, ബംഗളൂരുവിലൊക്കെയാണ്. അദ്ദേഹം ഒരു വ്യവസായിയാണ്. അങ്ങനെ കേരളത്തിലേക്ക് ഒരു സ്ഥിര താമസക്കാരനായി വരുന്നത് നേരത്തെ അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ, ബി.ജെ.പി നേതാവ്. ശ്രീ ബി ഗോപാലകൃഷ്ണൻ, രാജീവ് ചന്ദ്രശേഖരൻ ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷനാവുന്നു എന്നുള്ളത് ഒഫീഷ്യലി എപ്പോഴാണ് പ്രഖ്യാപനം ഉണ്ടാവുക? അത് ഇന്ന് നോമിനേഷൻ കൊടുക്കണമല്ലോ. ഇന്ന് നോമിനേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നാളെ സംസ്ഥാന കൗൺസിലാണ് അതിനെ എൻഡോഴ്സ് ചെയ്യേണ്ടത്. അതുകൊണ്ട് അതിന്റെ പ്രഖ്യാപനം നാളെ ആയിരിക്കും. ഓക്കെ. രാജീവ് ചന്ദ്രശേഖരനെ ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷനാക്കുന്നതിലൂടെ കേന്ദ്ര നേതൃത്വത്തിന്റെ ഒരു ആലോചന എന്താണ്? ശ്രീ ബി ഗോപാലകൃഷ്ണൻ, ഇപ്പോൾ ശ്രീ ബി ഗോപാലകൃഷ്ണനെ പോലെയൊക്കെയുള്ള ഒരു പരമ്പരാഗത രാഷ്ട്രീയക്കാരനല്ല രാജീവ് ചന്ദ്രശേഖർ. അങ്ങനെ ഒരു പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് പരമ്പരാഗതമായ ഒരാളാവണം എന്ന നിർബന്ധമൊന്നുമില്ല. കേരളത്തിന്റെ സാമൂഹിക പശ്ചാത്തലത്തിൽ, കേരളത്തിന്റെ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ എങ്ങനെയാണ് പുതിയ തലമുറയ്ക്ക് പ്രചോദനം ഉണ്ടാകുന്ന തരത്തിൽ പുതിയ ഒരു കേരളത്തെ കെട്ടിപ്പടുക്കാൻ അദ്ദേഹം ഒരു ആർക്കിടെക്റ്റാണ്. ഒരു രീതിയിൽ പറഞ്ഞാൽ സാങ്കേതികമായ ഒരു ടെക്നോക്രാറ്റാണ്. തീർച്ചയായിട്ടും ആ ടെക്നോക്രാറ്റ് എന്ന നിലയിൽ, അല്ലെങ്കിൽ കേരളത്തിന്റെ പുതിയ തലമുറയ്ക്ക് പ്രചോദനം ഉണ്ടാകുന്ന തരത്തിൽ അദ്ദേഹത്തിന്റെ കഴിഞ്ഞ ഏതാനും ആഴ്ചകൾക്ക് മുമ്പുണ്ടായിരുന്ന ഒരു കാഴ്ചപ്പാടിലൂടെയുള്ള സ്റ്റേറ്റ്മെന്റിൽ ഒരുപക്ഷെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ടെക്കി ആയിട്ടുള്ള ആളുകൾ സപ്പോർട്ട് ചെയ്തത് രാജീവ് ചന്ദ്രശേഖരനെ ആയിരുന്നു. രാജീവ് ചന്ദ്രശേഖരൻ കൊണ്ടുവന്ന ഒരു ന്യൂ പ്രപ്പോസലിനെ ഏറ്റവും കൂടുതൽ ആളുകൾ, യുവാക്കൾ അതിന് അപ്ലിക്കേഷൻ അയച്ചത് കേരളത്തിൽ നിന്നാണ്. അപ്പൊ തീർച്ചയായിട്ടും കേരളത്തിലെ ഇന്നത്തെ പുതിയ തലമുറയുടെ ഒരു കാഴ്ചപ്പാടിന് അനുകൂലമായ രീതിയിലുള്ള ഒരു പുതിയ രാഷ്ട്രീയം, ഈ പരമ്പരാഗതമായ കേരളീയ രാഷ്ട്രീയം ഇല്ലാതാക്കണം എന്ന് തന്നെ ആയിരിക്കണം അഖിലേന്ത്യാ നേതൃത്വത്തിന്റെ ചിന്ത. ഈ കേരളത്തിൽ ഒരു പരമ്പരാഗത രാഷ്ട്രീയം ഉണ്ടല്ലോ. ഇടത്തോട്ട് ചിരിച്ചാൽ ഇടതുപക്ഷക്കാരനും വലത്തോട്ട് ചിരിച്ചാൽ വലതുപക്ഷക്കാരനുമാണെന്ന് മുദ്രകുത്തുന്ന ഒരു രാഷ്ട്രീയത്തിനപ്പുറത്ത് നിന്നുകൊണ്ട് കേരളത്തിന്റെ ഒരു പുതിയ സൃഷ്ടി, കേരളത്തിന്റെ ഒരു പുതിയ കേരളത്തെ സൃഷ്ടിക്കാനുള്ള അല്ല, സി ബി അങ്ങും ഈ പരമ്പരാഗത രാഷ്ട്രീയക്കാരനാണ്. ഇപ്പൊ നിലവിലുള്ള കെ സുരേന്ദ്രൻ ആവട്ടെ, ശോഭാ സുരേന്ദ്രൻ ആവട്ടെ, മുഖ്യമന്ത്രി പിണറായി വിജയൻ ആവട്ടെ, വി.ഡി. സതീശൻ ആവട്ടെ, ഇവരെല്ലാവരും അവർ പരമ്പരാഗത രാഷ്ട്രീയക്കാരാണ്. എന്ന് പറഞ്ഞാൽ ഇവർ ഇപ്പൊ താങ്കളൊക്കെ സ്കൂൾ കാലം മുതലേ ആർ.എസ്.എസുമായി ബന്ധമുള്ള ആളാണ്. മുഖ്യമന്ത്രി പിണറായി വിജയനൊക്കെ സ്കൂൾ കാലം മുതലേ അദ്ദേഹം ബാലസംഘം മുതൽ തന്നെ പാർട്ടിയിലുള്ള ആളാണ്. പ്രതിപക്ഷ നേതാവ് ആവട്ടെ, KSU കാലം മുതൽ തന്നെ അങ്ങനെ വന്ന നേതാക്കളാണ് നമുക്ക് കേരളത്തിന്റെ മുഖങ്ങൾ, കേരളത്തിന് പരിചയം. അപ്പൊ അങ്ങനെ അല്ലാത്തൊരാൾ ഒരു പരീക്ഷണമാണ് ശ്രീ ബി ഗോപാലകൃഷ്ണൻ, അല്ലേ? ഇത് ഞാൻ പറഞ്ഞല്ലോ, ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം ബി.ജെ.പി ചെയ്യുന്നതെല്ലാം പരീക്ഷണമാണ്. കാരണം ഞങ്ങൾ പരീക്ഷയിൽ 100% മാർക്കോ അല്ലെങ്കിൽ ഫസ്റ്റ് ക്ലാസ്സിലോ ജയിച്ചിട്ടില്ല. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഭാരതീയ ജനതാ പാർട്ടി വലിയ തോതിൽ വിജയിക്കാത്ത, അല്ലെങ്കിൽ ഇതുവരെ വിജയിച്ച് മുന്നോട്ട് കാര്യമായി പോകാത്ത, ജസ്റ്റ് പാസ് മാർക്കൊക്കെ കിട്ടിയിട്ടുണ്ടാവും. അല്ലെങ്കിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ വിജയം എന്ന് പറയുന്നത് അതിന്റെ സംഘടന എന്ന കാഴ്ചപ്പാട് മാത്രമല്ല. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ വിജയം എന്ന് പറയുന്നത് അതിന്റെ പൊളിറ്റിക്കൽ വിജയം കൂടിയാണ്.
ആ പൊളിറ്റിക്കൽ വിജയം എന്ന് പറയുന്നത് ഇലക്ഷനിലെ വിജയമാണ്. അപ്പൊ ആ ഇലക്ഷനിലെ വിജയം സ്വാഭാവികമായിട്ടും ഞങ്ങൾക്ക് കാര്യമായിട്ട് ഉണ്ടാക്കാൻ പറ്റിയില്ല. ഒരു രാജഗോപാൽ ജയിച്ചു, അത് 100% സംഘടന എന്ന കാഴ്ചപ്പാടിനപ്പുറത്ത് രാജഗോപാൽ എന്ന് പറയുന്ന ആ മഹാമനുഷ്യന്റെ ജനപ്രീതിയുണ്ട്. അപ്പൊ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്കൊരു ഫസ്റ്റ് ക്ലാസ്സിലേക്ക് വരണം, അല്ലെങ്കിൽ ഞങ്ങൾക്ക് വിജയിക്കണം. അതിന് പല പരീക്ഷണങ്ങളും ഞങ്ങൾ നടത്തും സംഘടന. ആ സംഘടന പരീക്ഷണം നടത്താൻ അതാണ് ഈ ഭാരതീയ ജനതാ പാർട്ടിയെ മറ്റു പ്രസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്. അതാണ് ഞങ്ങളുടെ ആശയത്തെയും ഞങ്ങളുടെ കാഴ്ചപ്പാടിനെയും സമൂഹത്തിൽ പ്രദാനം ചെയ്യാൻ പല പരീക്ഷണങ്ങളും നടത്തും. ആ പരീക്ഷണം നടത്തുന്നതിൽ ഞങ്ങൾക്കൊരു അഭിപ്രായ വ്യത്യാസവുമില്ല. ഒരാൾ പോലും അതിനകത്ത് ഇത് പാടില്ല, അല്ലെങ്കിൽ അതിൽ ഞങ്ങൾ വിയോജിപ്പ് രേഖപ്പെടുത്തുന്നു അങ്ങനെ പറയില്ല ഈ പാർട്ടിയിൽ. ആ രീതിയിൽ സുസംഘടിതമായ ഒരു കേഡർ സംവിധാനമാണ്. അതുകൊണ്ട് പരീക്ഷണങ്ങളാണ്. അത് ആഷ്മി പറഞ്ഞതിനെ ഞാൻ പൂർണ്ണമായും യോജിക്കുന്നു. പരീക്ഷണമാണ്. ആ പരീക്ഷണത്തിൽ വിജയിക്കാൻ നോക്കട്ടെ. ഞങ്ങളുടെ ലക്ഷ്യം പ്രസിഡന്റ് പോസ്റ്റ് അല്ല. ഞങ്ങളുടെ ലക്ഷ്യം ഭാരതീയ ജനതാ പാർട്ടിയുടെ കേരളത്തിലെ വിജയമാണ്. അതിന് പല പരീക്ഷണങ്ങൾ ഞങ്ങൾ സ്വീകരിക്കും. ഓക്കെ, താങ്ക് യു ശ്രീ ബി ഗോപാലകൃഷ്ണൻ.